ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമുക്കൊരു ഹോജ കഥ കേട്ടാലോ? കള്ളന്മാരെ ഓടിച്ച ഹോജ. ഒരു ദിവസം ഹോജയുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി. അസാധാരണ ധൈര്യശാലിയായ ഹോജ പതിയെ ഒരു കട്ടിലിനടിയിൽ കയറി കള്ളൻ കാണാതെ ഒളിച്ചിരുന്നു. കാര്യമായി ഒന്നും കിട്ടാതിരുന്ന കള്ളൻ വേഗം സ്ഥലം വിട്ടു. അടുത്ത ദിവസം ചന്തയിലെത്തിയ ഹോജയെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ഒരാൾ ചോദിച്ചു, എന്നാലും ഹോജ, നിങ്ങൾ ഇത്ര പേടിത്തൊണ്ടനായല്ലോ. അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഹോജ തിരിച്ചു ചോദിച്ചു. ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയതും നിങ്ങൾ പേടിച്ച് കട്ടിലിനടിയിൽ ഒളിച്ചതും എല്ലാവർക്കും അറിയാം, മറ്റൊരാൾ പറഞ്ഞു. ഓ, അതാണോ കാര്യം? അത് ഞാൻ പേടിച്ചൊന്നുമല്ല, ഹോജ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. കള്ളനെ പേടിച്ചല്ലാതെ പിന്നെന്തിനാണ് ഹോജ നിങ്ങൾ കട്ടിലിനടിയിൽ ഒളിച്ചത്? ജനം ചോദിച്ചു. അത് പിന്നെ കള്ളനെ എടുക്കാനുള്ള യാതൊന്നും എൻ്റെ വീട്ടിലില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വല്ലാത്ത നാണം തോന്നി. അയാളെ നേരിൽ കാണാനുള്ള ചമ്മൽ കാരണമാണ് ഞാൻ ഒളിച്ചത്. ഹോജയുടെ വിശദീകരണം കേട്ട് ആളുകൾ പറഞ്ഞു, എന്തിനാണ് ഹോജ നിങ്ങളിങ്ങനെ കള്ളം പറയുന്നത്? സത്യം പറയൂ ഹോജ, നിങ്ങൾ ഒരു പേടിത്തൊണ്ടനല്ലേ? ഒരിക്കലുമല്ല, ഞാൻ ഇതിനു മുൻപ് കുറെ കള്ളന്മാരെ നെട്ടോട്ടം ഓടിച്ചിട്ടുണ്ടല്ലോ. പേടി ഉണ്ടെങ്കിൽ അത് സാധിക്കുമോ? ഓഹോ, അതെങ്ങനെ? ഞങ്ങൾ കേട്ടിട്ടേയില്ലല്ലോ. കുറെ ദിവസങ്ങൾക്ക് മുൻപാണ്. ചന്തയിൽ പോയി മടങ്ങി വരികയായിരുന്ന ഞാൻ. ഹോജ തന്റെ ധീരതയുടെ കഥ അവതരിപ്പിക്കാൻ തുടങ്ങി. നേരമിരുട്ടി തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് ഒരു കൂട്ടം കള്ളന്മാർ എന്നെ വളഞ്ഞത്. എന്നിട്ടെന്താ? ഞാൻ അവരെ എല്ലാം ഓടിച്ചു കളഞ്ഞു. അത് ഭയങ്കരം തന്നെ. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഹോജ? ഇതെല്ലാം വെറും നിസ്സാര സംഗതിയല്ലേ. അവന്മാരെ കണ്ട ഉടൻ തന്നെ ഞാൻ ഒരോട്ടം വെച്ചു കൊടുത്തു. അവരെല്ലാം എൻ്റെ പിന്നാലെ ഓടേണ്ടി വന്നു. അല്ല പിന്നെ. ഇതും പറഞ്ഞ് ഹോജ പതിയെ സ്ഥലം വിട്ടു. ഹോജ കള്ളന്മാരെ ഓടിച്ച കഥ മനസ്സിലാക്കിയ ജനം അറിയാതെ ചിരിച്ചുപോയി.